കാണുന്നുണ്ടോ നിങ്ങൾ എൻ്റെ കറിവേപ്പിനെ? കണ്ടോ എന്തൊരവസ്ഥയാണെന്ന് കാണോ? എന്ത് നല്ലതായിട്ട് തഴച്ച് വളർന്ന് വന്നതെന്നറിയാവോ? ഭയങ്കര സങ്കടം, എനിക്കിത് കണ്ടിട്ട് ഭയങ്കര സങ്കടം. ഇത് കണ്ടോ, ഇങ്ങനെ വളർന്നു വന്ന ഞാനത് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഞാൻ എടുത്തു വെച്ച ഫോട്ടോ ആയിരുന്നു അത് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഹിറ്റാച്ചി വന്ന് ഇതിൻ്റെ ചുറ്റിലും പണിയെടുത്തില്ലേ, അപ്പോൾ ആ മണ്ണ് നിരത്തിയ സമയത്തൊക്കെ നല്ലപോലെ ചൂടടിച്ചു. അതിൻ്റെ പരിണത ഫലമായിട്ടാണ് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഹിറ്റാച്ചി വന്ന് മണ്ണിട്ടിട്ട് അങ്ങ് പോയതല്ലേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒന്നും ചെയ്തില്ല. ഞാൻ ആരെയും വിളിച്ച് ചെയ്യിപ്പിക്കണമെന്നൊക്കെ ഓർത്തൊന്നും ചെയ്തില്ല. അപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ചില സാധനങ്ങളൊന്ന് നട്ട് വെക്കണം. എന്നാൽ പിന്നെ ഞാനൊന്ന് തട്ടിമുട്ടി മണ്ണൊന്ന് സെറ്റാക്കിയിട്ട് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാനങ്ങ് ചെയ്യാം. വലിയ ശാസ്ത്രീയ കൃഷിക്കാരിയൊന്നും അല്ലല്ലോ, ഉള്ളതുപോലെയൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചേ. ഈ ചീനിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ ദിവസങ്ങളായതായിരുന്നു. കവറിലിരിക്കുന്ന കിട്ടിയ സാധനങ്ങളൊക്കെ അങ്ങോട്ടൊന്ന് നട്ട് വയ്ക്കാം. ചാണകപ്പൊടി കാര്യമായിട്ടൊന്നും നമ്മുടെ കയ്യിലില്ല. ഞാൻ കുറച്ചൊരു പേരിന് മാത്രം ഇട്ടിട്ട് പിന്നെ ഞാൻ കോഴിവളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല മഴ പെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് കോഴിവളം ഇട്ട് കൊടുക്കാം. അതാണ് ഏറ്റവും നല്ലത് പച്ചക്കറികൾക്ക്. അതെൻ്റെ അനുഭവമാണ്. ഞാൻ ഇഷ്ടംപോലെ പച്ചക്കറി നട്ട് പറിച്ചിട്ടുണ്ട്. അതിനെല്ലാം കോഴിവളമായിരുന്നു എൻ്റെ പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
ഇത് കുറച്ച് വിത്തുകളൊക്കെയാണ്. ഇത് പൊന്നാര വീരുന്ന് അറിയാലോ. ഇത് പിന്നെ കുറ്റിപ്പയർ, ഇത് മറ്റു നീളം പയറൊക്കെ. പക്ഷെ ഇതിൻ്റെ കൂടെ എനിക്ക് ഈ പാണ്ടം പയറുണ്ടായിരുന്നു, അതിപ്പോൾ കാണുന്നില്ല. അതിൻ്റെ അരി എടുത്തുകൊണ്ട് കൊണ്ടുപോകും, അതിലെ പോയി അറിയില്ല. തുളസിയുടെ അരി, പിന്നെ മറ്റേ മല്ലിയല്ല, ആഫ്രിക്കൻ മല്ലിയുടെ ഇല, അല്ല അരി, ആഫ്രിക്കൻ മല്ലിയുടെ അരി. ഇതെല്ലാം ഞാനിപ്പോൾ ഇവിടെ പറമ്പിൽ കൂടെ വെതറിടാൻ പോകും കേട്ടോ. ഇതുണ്ട് കാട്ടുപാവലിൻ്റെ വിത്ത്. ഇത് ഞാൻ ആ ഭിത്തിയുടെ അരികിലിടും, വെറുതെ അതേ കൂടെ കയറി കിടക്കട്ടെ. എല്ലാം നട്ടു വെച്ചേക്കാം. എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ട്, എല്ലാം കാണുന്നതെല്ലാം പെറുക്കിക്കൊണ്ട് വരുവേ. ചുമ്മാ പറമ്പിൽ കൂടെ ഇടാം, ആകെ ഇത്രയേ ഉള്ളൂ, ഉള്ളതിനകത്തൂടെ അങ്ങ് ഇടും, അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ കൃഷിയുടെ വക കണ്ട തൊലി അങ്ങ് പൊട്ടി കേട്ടോ, തൂമ്പാക്കി കളച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വക ഇത്രയും. ഇത് ഒട്ടിപ്പിടിക്കുമോ എന്നറിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ചെയ്തെന്ന്. എങ്ങനെയുണ്ട്? മടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ പേരത്തൈ, പപ്പായ മരം, അതിൻ്റെ അടുത്തായിട്ട് തന്നെ ചീനി, പിന്നെ ഇതാ കറിവേപ്പിന് ഞാൻ ഇവിടെ വെച്ച് തണൽ കുത്തി കൊടുത്തു കേട്ടോ. കറിവേപ്പിന് പെട്ടെന്ന് ക്ഷീണം വരുവേ, അതുകൊണ്ട് ഞാനിവിടെ തണൽ കുത്തി കൊടുത്തേക്കുവാണേ. പിന്നെ ഇതൊരു ചെടിക്കമുകാണ്, അവിടെ പറഞ്ഞുണ്ട്. ഇനി ഇത്രയും സ്ഥലം കിടപ്പുണ്ട് എനിക്ക്. ഇത്രയും ഇതെന്തിനും അടുത്തടുത്ത് വെച്ചെന്നൊക്കെ നിങ്ങൾ ഓർക്കും. എനിക്ക് ഇത്രയും സ്ഥലത്ത് ഒരുപാട് സാധനങ്ങൾ നട്ടുപിടിപ്പിക്കാനുണ്ട്, അതാണ് കാര്യം. ഈ പപ്പായ മരം ഞാൻ ഒരു പക്ഷേ വെട്ടിക്കളയും, അറിയില്ല എങ്ങനെയാന്ന്. ഇത് കായ്ച്ചിട്ടുണ്ട്, കണ്ട കായ. ഇത് കുറേ, ഇതിൻ്റെ ഒരു കാൽഭാഗം താഴെ മണ്ണിനടിയിലാണ് കേട്ടോ. ഇവിടെ മണ്ണിട്ട് നികത്തിയതാണ്, അതിൻ്റെ ഒത്തിരി കാൽഭാഗമായിരിക്കില്ല. ഇത് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ഓരോന്നേ പച്ചപ്പിലായി വരുമ്പം എന്താ ഒരു സന്തോഷം. ഇത് ഒരു പക്ഷേ ഞാൻ കളയും. ആ പപ്പായ മരം എനിക്ക് സിരിജ തന്നതാണ്. ഇതിനെ ഞാൻ കുറേ നാളായി, ഇതെന്താണെന്നറിയാവോ? ആടലോടകം കൊണ്ട് വെച്ചിട്ട് ഒരു കേടുമില്ലാതെ അത് പിടിച്ചു കേട്ടോ. ഇതാണ് ആഫ്രിക്കൻ മല്ലി പറഞ്ഞത്, അറിയാമല്ലോ. ഇതിനൊക്കെ ചെറിയ വാട്ടം പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാലേ അന്ന് ഈ ഹിറ്റാച്ചി വന്ന് പണിയെടുത്തപ്പം അതിൻ്റെ ചൂടടിച്ചിട്ടാന്ന് തോന്നുന്നു, അതിൻ്റെ ഈ ചൂട് കാറ്റടിക്കുന്നില്ലേ, അതായിരിക്കും. ഇതിനൊക്കെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിപ്പം ഇത് ഒരു ചീനി, ഇതൊക്കെ ഇപ്പം നട്ടാ കേട്ടോ. പിന്നെ ഇതല്ല, ഈ അരികു വഴിയാണ് പിന്നത്തെ എൻ്റെ കൃഷികൾ. ഇതൊക്കെ വെറുതെ ഈ ഇലമുളച്ചൊക്കെ എന്തിനും നല്ല മരുന്നെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇപ്പം നട്ടതല്ല, ഇത് ഓരോ ദിവസവും കിട്ടുമ്പോൾ കൊണ്ടുവന്ന് ഞാൻ അരികു തീർത്തങ്ങ് നട്ട് വെച്ചതാണ്. ഇത് തന്നെ മുളച്ച് വന്നിരിക്കുന്നു. എൻ്റെ നിഴൽ ഇത് തന്നെ എടുത്ത് മുളച്ച് വന്നതാണ്. അതുകൊണ്ട് അത് നന്നായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയുടെ തുടക്കം. ഇതെന്താകുമെന്നൊന്നും എനിക്കറിയില്ല. കിട്ടി, ഞാനിങ്ങനെ നട്ടു, മണ്ണിൽ കുത്തി വെച്ചു. ഇനി ഇതിനൊരു തീരുമാനം ആവണം. ഇത് എവിടെ നടണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഇതുവരെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ഇനി ഇവിടെ ഒരു ചാമ്പ നിൽപ്പുണ്ട്. അപ്പോൾ എന്താ വേണ്ടതെന്നൊരു പിടുത്തമില്ല. ഞാൻ ചിലപ്പോൾ ഈ ചാമ്പയുടെ ചോട്ടി നട്ട് വെക്കും, എന്നിട്ട് അങ്ങോട്ട് ആ കമുകയിലോട്ട് വല്ല കമ്പും വെച്ച് കെട്ടുവിടുവോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. തീരുമാനം എത്താത്തതുകൊണ്ട് അവിടെ വേര് പിടിക്കട്ടെന്ന് ഓർത്ത് തൽക്കാലം ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിനെ ഇവിടെ അങ്ങോട്ട് നട്ട് വെച്ചു. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് കുറേ പണി ചെയ്യാനുണ്ട്. ഈ കല്ലൊക്കെ മാറ്റി ഇതെല്ലാം ഒന്ന് സെറ്റ് ആവണം, എന്നാലും ഈ ഭാഗത്തൊക്കെ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു ഐഡിയ വരുള്ളൂ. എനിക്ക് അവിടെ ആയിട്ടൊരു ചെറിയ കോഴിക്കോട് ഉണ്ടാക്കണമെന്നുണ്ട്. അതിനാണ് ഈ കട്ടേനെയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കട്ട എന്ത് ചെയ്യാനല്ലേ. ഈ തെങ്ങിൻ്റെ ചോട്ടിലൊരു നേരം കട്ട വെറുതെ വട്ടം വെക്കണം. പിന്നെ ഇവിടെ ഇതെല്ലാം മാറ്റി ഇവിടെ ഈ ഒന്ന് സെറ്റാക്കിയിട്ട് നടാൻ പറ്റുന്നൊക്കെ നടണം. ഇവിടെ ഞാൻ കുറച്ച് മണ്ണെടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. നല്ല മണ്ണ് കിട്ടിയപ്പോഴേ ഒരു നിരത്തിപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് മണ്ണ് അവിടെ വെക്കാൻ. ഇതിപ്പം എടുത്ത് വെച്ചതാണ്. എനിക്ക് ആകെ കൂടെയുള്ള റോസ ചെടി, അതിനെ ഇനി മുറിച്ച് മാറ്റിയിട്ട് വെക്കണം. ഇതാണ് ചെടി ഐറ്റംസ് ആയിട്ടുള്ളത്. ബോൾസും ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നേ, അത് വീണ്ടും മുളച്ചിട്ടുണ്ട്. ഇത് കീഴാറുന്നതിലിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ചെറിയ വീഡിയോയിൽ എൻ്റെ കൃഷിയുടെ ഒരു തുടക്കമാണ് ഞാൻ കുറിച്ചിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, നടാനുണ്ട്. പിന്നെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും ചെറിയ വ്ളോഗൊക്കെ ആയിട്ട് വരാം. അതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. വീണ്ടും വരുന്നത് വരെ ടാറ്റ.